നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. നടത്തറ ആശ്രയ ഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 22ാം വാർഷികവും ക്രിസ്മസ് ആഘോഷങ്ങളും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. എ വിജയരാഘവന്റെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ CMP തൃശൂർ ഏരിയ കമ്മിറ്റി വിയൂർ പവർ ഹൌസിന് മുന്നിൽ പ്രതിഷേധിച്ചു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നടത്തറ ആശ്രയ ഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 22ാം വാർഷികവും ക്രിസ്മസ് ആഘോഷങ്ങളും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ്, കൽദയ സുറിയാനി സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, ചെട്ടിയങ്ങാടി മസ്ജിദ് ഇമാം PK ഇബ്രാഹിം, ഫൗസിയ ആസാദ്, DYSP PK രാജു, റിട്ടയർഡ് DYSP KK രവീന്ദ്രൻ, ASI അപർണ ലവകുമാർ, ബിജു എടക്കളത്തൂർ, ദാസൻ കാട്ടുങ്ങൽ, കൗൺസിലർ ഷീബ ബാബു, ആൻഡ്രോ മോഹൻ തോട്ടുങ്ങൽ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് അന്തേവാസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും കലാപരിപാടികൾ അരങ്ങേറി. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 80 വർഷക്കാലം മുമ്പുള്ള ഒരു പരിചയമാണ് അവരുടെ. പിന്നെ തുടർച്ചയായി ആ സ്ഥലത്ത് നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ആദ്യം കാണുന്നത്. പിന്നെ സ്വാമിയുടെ ഒല്ലൂരിലെ ഭക്ഷണശാലയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രശാന്ത് മേനോന്റെ വിക്ടറി സ്ഥാപനത്തിൽ വെച്ച് തുടർച്ചയായി നമ്മുടെ സമൂഹത്തിനകത്ത് ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോഴും തങ്ങളുടെ പ്രതിസന്ധികളെക്കാൾ വലുതാണ് തങ്ങളുടെ ചുറ്റും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രതിസന്ധിയും ജീവിത പ്രയാസവും എന്ന് തിരിച്ചറിയുന്ന ധാരാളമായിട്ടുള്ള ആളുകളുണ്ട്. മലയാളത്തിന്റെ പ്രതീക്ഷയും മലയാളത്തിന്റെ മുന്നോട്ട് പോക്കുമാണ്. എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നുപോയിട്ടുള്ളത്. ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ 2 തവണത്തെ കാലം തന്നെ എടുത്താൽ ഓക്കിയും നിപ്പയും കോവിഡും 2 ഭീകരമായിട്ടുള്ള പ്രളയങ്ങളും ഇപ്പോഴത്തെ ചൂരന്മലയും കൂട്ടിക്കലും കൊക്കയാറും പറഞ്ഞു പോയാൽ ഒരുപക്ഷെ എല്ലാ ദിവസവും ദുരന്തത്തിന്റെ നടുവിൽ നമ്മൾ ജീവിക്കുകയാണ്. കേരളത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള സാന്ത്വന പരിശീലനം നടത്തുന്നവരെ ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആ സാന്ത്വന പരിശീലനങ്ങൾ പിന്നെ പരിചരണങ്ങൾ. എ വിജയരാഘവന്റെ മുന്നിലും പിന്നിലുമുള്ളത് വർഗീയ ശക്തികൾ തന്നെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് വർഗീയ ശക്തികളാണെന്നത് പുതിയ ഒരു കാര്യമല്ല. വിജയരാഘവന് ഇപ്പോൾ എന്താണ് പുതിയൊരു വെളിപാടുണ്ടായതെന്ന് എല്ലാവർക്കും അറിയാമെന്നും തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. LDFും UDFും കേരളത്തിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വിജയരാഘവന്റെ പാർട്ടി PDPയുമായും INLുമായും പരസ്യ സഖ്യം ഉള്ളവരാണ്. പോപ്പുലർ ഫ്രണ്ടുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഇവർ സഖ്യമുണ്ടാക്കിയിരുന്നു. UDF ആവട്ടെ മുസ്ലിം ലീഗും CPIയും ജമാഅത്തെ ഇസ്ലാമിയുമായും പരസ്യ സഖ്യത്തിലാണ്. CPMന് ഭൂരിപക്ഷ സമുദായത്തിന്റെ ജനപിന്തുണ നഷ്ടമായിരിക്കുകയാണ്. അത് തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് വിജയരാഘവനെ പോലെയുള്ളവർ ഇത്തരം വെടികൾ പൊട്ടിക്കുന്നത്. ഇതിനൊന്നും പാർട്ടിയുടെ ഔദ്യോഗിക പിന്തുണ ലഭിക്കുകയില്ല. മെക്സെവനെതിരെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വലിയ പ്രതികരണം നടത്തി. എന്നാൽ CPM തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതിനാൽ ജില്ലാ സെക്രട്ടറിക്ക് 24 മണിക്കൂർ കൊണ്ട് മലക്കം മറിയേണ്ടി വന്നു. മുഹമ്മദ് റിയാസും സംഘവുമാണ് ഇതിനെല്ലാം പിന്നിൽ. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം അവരുടെ കേഡർമാരെ എങ്ങനെയെല്ലാം സഖാക്കളാക്കി മാറ്റാമെന്നാണ് CPM ശ്രമിക്കുന്നത്. കൊല്ലത്തും ആലപ്പുഴയിലും CPMൽ കണ്ട വിഭാഗീയതയുടെ മൂല കാരണം ഇത് തന്നെയാണ്. PFI അണികളെ പാർട്ടിയിൽ എത്തിക്കാനാണ് ലീഗും CPMും മത്സരിക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തെ വഞ്ചിക്കാനുള്ള ഒരു കള്ളത്തരം മാത്രമാണ് CPMന്റെ മതനിരപേക്ഷത. വർഗീയ ശക്തികളോട് എന്ത് നിലപാടെടുക്കണം എന്ന് പോലും CPMന് ധാരണ ഇല്ലാതായിരിക്കുന്നു. വലിയ ആശയ പാപ്പരത്വമാണ് CPM നേരിടുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു.
കട്ടപ്പന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതിക്കും കൊള്ളരുതായ്മകൾക്കുമെതിരെ BJP ശക്തമായ പ്രക്ഷോഭം നടത്തും. സഹകരണ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കാൻ ആവശ്യമായ രീതിയിലായിരിക്കും BJPയുടെ പ്രക്ഷോഭങ്ങൾ. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സഹകരണ കൊള്ളയിൽ എല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഉന്നതരായ CPM നേതാക്കളാണ്. എന്നാൽ സഹകരണ രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും ശുദ്ധീകരണത്തിനും കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്തിരിക്കുകയാണ്. കേന്ദ്രത്തിലെ സഹകരണ നിയമങ്ങൾ കേരളത്തിലും നടപ്പിലാക്കണമെന്നാണ് BJPയുടെ ആവശ്യം. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ തിരിയുകയാണ് കേരളത്തിൽ LDFും UDFും ചെയ്യുന്നത്. കേരളത്തിന്റെ പുരോഗതിക്ക് എല്ലാ മേഖലയിലും സഹായം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി 405 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഇത് സംസ്ഥാനത്തിന് ഏറെ ഗുണകരമാണ്. സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഇന്നുവരെ ഒരു കേന്ദ്ര സർക്കാരും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഇത്രയും സഹായം ചെയ്തിട്ടില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞതും കേന്ദ്ര നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അലംഭാവവുമാണ് ഇതിലും കൂടുതൽ സഹായം കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നത് തടഞ്ഞത്. NEPക്കെതിരെ കേരളത്തിൽ കള്ളപ്രചാരണമാണ് നടക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം BJPയുടെ അജണ്ടയുടെ ഭാഗമാണെന്നാണ് കേരളത്തിലെ ചിലർ പ്രചരിപ്പിക്കുന്നത്. സഹകരണ മേഖലയിൽ കേന്ദ്ര നയത്തിനെതിരെ എങ്ങനെയാണോ പ്രചരണം നടത്തിയത് അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലും സംസ്ഥാന സർക്കാർ നടത്തിയത്. ഇത് കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വലിയ തടസ്സമാണ് സൃഷ്ടിച്ചത്. രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്നും കത്ത് കൊടുത്താൽ VCമാരും സെനറ്റ് മെമ്പർമാരുമാകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സഹകരണ മേഖലയിലെ കൊള്ളയും സഹകരണ രംഗത്തെ രാഷ്ട്രീയ അതിപ്രസരവും പാവപ്പെട്ടവരെ വീണ്ടും ദുരിതത്തിലാക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പനയിൽ ഒരു പാവപ്പെട്ട നിക്ഷേപകൻ തൻ്റെ സമ്പാദ്യമെല്ലാം എടുത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ആ സഹകരണ ബാങ്കിൻ്റെ മുമ്പിൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി വന്നു. ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് കട്ടപ്പനയിലെ സഹകാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള മുഴുവൻ തുകയും ബാങ്കിലടച്ച സഹകാരി ഭാര്യയുടെയും സഹോദരിയുടെയും ചികിത്സയ്ക്കുള്ള ചെലവ് ചോദിച്ച് പണം പിൻവലിക്കാൻ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ദേഹോപദ്രവം ഏൽക്കുകയും പിന്നീട് പാർട്ടി നേതാക്കളുടെ വലിയ ഭീഷണി നേരിടുകയും വന്നു. വളരെ വ്യക്തമായ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ഇന്ന ആൾക്കാരാണ്, ബാങ്കിലെ ഇന്ന ഇന്ന ആൾക്കാരാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അവിടെ ആത്മഹത്യ നടന്നിരിക്കുന്നത്. മാത്രമല്ല പിന്നീട് മനസ്സിലായി CPMന്റെ ഒരു ഉന്നത നേതാവ് അതിഭീകരമായ തോതിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നു. പക്ഷേ കേസ് അന്വേഷിക്കുന്ന പോലീസ് പ്രശ്നത്തിൽ ഉൾപ്പെട്ടത് ഉന്നതരായിട്ടുള്ള CPM നേതാക്കളായതുകൊണ്ട് ആ കേസ് അന്വേഷണം അട്ടിമറിക്കുക. കണ്ണൂരിൽ ADM നവീൻ ബാബുവിൻ്റെ മരണം എങ്ങനെയാണോ തേച്ചുമാറ്റി കളയാൻ പോലീസ് ശ്രമിച്ചത് അതുപോലെയാണ് കട്ടപ്പനയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ, ഭീഷണിപ്പെടുത്തിയ ആളുകളെ, ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനക്കാരെ ഒന്നും തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പോലീസിന് താല്പര്യമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ CMP തൃശൂർ ഏരിയ കമ്മിറ്റി വിയൂർ പവർ ഹൗസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജീവിത പ്രയാസങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന കേരളീയ സമൂഹത്തെ വൈദ്യുതി ചാർജ് വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന പിണറായി സർക്കാർ ഭരണഘടനാ ലംഘനം ചെയ്തിരിക്കുകയാണെന്ന് CMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PRN നമ്പീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. തൃശൂർ ഏരിയ സെക്രട്ടറി ജോസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിൽവട്ടം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നിഖിൽ സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. TK പ്രസാദ്, ശശി നെട്ടിശ്ശേരി, S സജിത്ത്, ബിജു ചിറയത്ത്, ഉഷാകുമാരി എന്നിവർ പ്രസംഗിച്ചു.
മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. മണ്ഡലം പ്രസിഡന്റ് MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ആഘോഷത്തിൽ DCC സെക്രട്ടറി സജി പോൾ മാടശ്ശേരി ക്രിസ്മസ് സന്ദേശം നൽകി. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ക്രിസ്മസ് കേക്ക് മുറിച്ചു. തുടർന്ന് കരോൾ ഗാനം, കരോക്കെ ഗാനമേളയും നടന്നു. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ക്രിസ്മസിന്റെ സമ്മാനങ്ങളും കേക്കുകളും വിതരണം ചെയ്തു. ജവഹർ ബാലമഞ്ച് പാണഞ്ചേരി ബ്ലോക്ക് ചെയർപേഴ്സൺ മിനി വിനോദ് മുഖ്യാതിഥിയായിരുന്നു. മനോജ് KD, ഭാസ്കരൻ K മാധവൻ, MG രാജൻ, NS നൌഷാദ് മാസ്റ്റർ, സുകുമാരൻ മാസ്റ്റർ, ലിസി ജോൺസൺ, ജോണി അരിമ്പൂർ, ബേബി പാലോലിക്കൽ, NM ചന്ദ്രൻ, സുമേഷ് മുല്ലക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. സജീഫ്, ഭാസ്കരൻ K മാധവൻ, സുകുമാരൻ മാസ്റ്റർ, അതുപോലെ തന്നെ സുമേഷ്, ഇവിടെ മനോജേട്ടനും അതുപോലെ തന്നെ നൌഷാദ് മാഷും ബേബി പാലോലിക്കലും അടക്കമുള്ള ഭാരവാഹികളൊക്കെ ഇവിടെ സന്നിഹിതരാണ്. ഞാൻ 8-9 വയസ്സ് തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള തൃശ്ശൂർ CMS സ്കൂളിന്റെ സ്കൂളിയറായി, നടത്തറ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായി, അതുപോലെ തന്നെ നടത്തറ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി 15 വർഷം തിരഞ്ഞെടുക്കപ്പെട്ടു. തികച്ചും ക്രിസ്തീയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി വർണ്ണാഭമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ സംഘടന, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു സംഘടനയെ സംബന്ധിച്ച് കൃത്യമായൊരു ഫണ്ടിന്റെ പൊസിഷനോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഇത്രയും ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി സമാഹരിക്കുക, നമ്മുടെ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി സമാഹരിക്കുക, കുട്ടികൾക്ക് വേണ്ടി സമാഹരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ ഒരു പണിപ്പെട്ട പണി തന്നെയാണ്. മുത്തുവും അതുപോലെ ഇവരൊക്കെ തന്നെ ഈ പ്രദേശത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ ബാലമഞ്ചിലൂടെ അതിന്റെ ഭാരവാഹികൾ ഇവിടെ സന്നിഹിതരാണ്. ബാലമഞ്ചിന്റെ പ്രവർത്തനങ്ങളിലൂടെ വിവിധങ്ങളായിട്ടുള്ള പൊതു ചടങ്ങുകളിലൂടെ, വിവിധങ്ങളായിട്ടുള്ള കലാചടങ്ങുകളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ആകർഷിക്കാൻ, അതുപോലെ തന്നെ പൊതുരംഗത്തേക്ക് നമുക്കറിയാം, ഇന്ന് എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ മറ്റ് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു. ദൈവത്തിന്റെ അമ്മയ കന്യാമറിയത്തെ ലോകം മുഴുവൻ സ്തുതിച്ചു. ദൈവത്തിന്റെ അമ്മയ കന്യാമറിയത്തെ ലോകം മുഴുവൻ സ്തുതിച്ചു. ലോകം മുഴുവൻ സ്തുതിച്ചു. ഉണ്ണി പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി പിറന്നു. മാലാഖമാരോട് ചേർന്ന് മാനവരെല്ലാരും പാടി. മാലാഖമാരോട് ചേർന്ന് മാനവരെല്ലാരും പാടി. സന്മനസ്സുള്ളവർക്കെല്ലാം ശാന്തി സമാധാനമെന്നും, സന്മനസ്സുള്ളവർക്കെല്ലാം ശാന്തി സമാധാനമെന്നും. ഉണ്ണിപ്പിറന്നു, ഉണ്ണിപ്പിറന്നു, ഉണ്ണിപ്പിറന്നു. ലോകത്തിന്റെ രക്ഷകൻ ദൈവത്തിൻ പുത്രൻ യേശു മഹേശൻ പിറന്നു. കാലിത്തൊഴുത്തിൽ പിറന്നു, കാലിത്തൊഴുത്തിൽ പിറന്നു. കുട്ടനല്ലൂർ സെന്ററിലെ തന്റെ 2 സെന്റ് ഭൂമിയും പായസക്കടയും തകർത്തവർക്കെതിരെ പോലീസ് കേസെടുത്തതോടെ നിരാഹാര സമരം നടത്തിവന്ന സ്ത്രീ സമരം അവസാനിപ്പിച്ചു. സമീപത്തെ വൻ കച്ചവട സ്ഥാപനത്തിന് തടസ്സമായ തന്റെ 2 സെന്റ് ഭൂമി തുച്ഛമായ വിലയ്ക്ക് കൈമാറാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് 5 ദിവസം മുൻപ് രാത്രി 2:30 മണിക്ക്
ഇടിച്ചു നിരത്തിയവർക്കെതിരെ കേസ് കൊടുത്തിട്ടും സിവിൽ കേസാണെന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തില്ല. ഇതിൽ പ്രതിഷേധിച്ച് ജില്ലാ പൗരാവകാശ വേദിയുടെ പിന്തുണയോടെ കടയുടമയായ സ്ത്രീ ആരംഭിച്ച നിരാഹാര സമരം പോലീസ് കേസെടുത്തതോടെ ജില്ലാ ചെയർമാൻ നൽകിയ നാരങ്ങാനീര് കഴിച്ച് സമരം അവസാനിപ്പിച്ചു. ഈ സ്ത്രീക്ക് നീതി കിട്ടും വരെ നിയമ നടപടികൾ തുടരുമെന്ന് ജില്ലാ പൗരാവകാശ വേദി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ പറഞ്ഞു. വൈകി കിട്ടുന്ന നീതി നിഷേധമാണെന്ന് നിയമ അറിയാവുന്ന വ്യക്തികൾ പറയുന്നു. ഈ സംഭവം നടന്നിട്ട്, ഈ അതിക്രമം നടന്നിട്ട് ഏകദേശം 6 ദിവസം കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴാണ് പോലീസ് മൗനം വിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ കേസ് വൈകിട്ട് 7 മണിയോടുകൂടി അവർ കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഈ ഭൂമിയിലേക്ക്, ഷീജാബിന്റെ ഭൂമിയിലേക്ക് അതിക്രമിച്ച് കിടന്ന ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാനോ ഒന്നും മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അതിക്രമിച്ച് കടന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് നിയമ നടപടികൾ തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ നിരാഹാര സമരം ശ്രീമതി ഷീജയ്ക്ക് നാരങ്ങനീര് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. വീടും സ്ഥലവും പെൻഷൻ സംഘടനയ്ക്ക് വിട്ടു നൽകി കരുമത്ര സ്വദേശികളായ ദമ്പതികൾ.
കരുമത്ര സ്വദേശികളായ മുല്ലക്കൽ വീട്ടിൽ പരേതരായ പത്മനാഭൻ, ഭാര്യ വിലാസിനി എന്ന മത്തമ്മ ദമ്പതികളാണ് തങ്ങളുടെ 6.5 സെന്റ് സ്ഥലവും കോൺക്രീറ്റ് വീടും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തെക്കുംകര യൂണിറ്റിന് സൗജന്യമായി വിട്ടു നൽകി മരണശേഷവും സംഘടനയ്ക്ക് കരുതലായി നിലകൊള്ളുന്നത്. KCB ജീവനക്കാരനായിരുന്ന പത്മനാഭൻ 20 വർഷം മുൻപും റവന്യൂ വകുപ്പിൽ ജോലി ചെയ്ത് വിരമിച്ച വിലാസിനി കഴിഞ്ഞ വർഷവുമാണ് മരിച്ചത്. ഇതിനിടയിൽ സ്വത്ത് പെൻഷൻ സംഘടനയ്ക്ക് നൽകാൻ വിൽപത്രം തയ്യാറാക്കുകയും ഭാരവാഹികൾക്ക് നൽകുകയും ചെയ്തു. സംഘടനാ കെട്ടിടം ഏറ്റുവാങ്ങി ഇരുവരുടെയും സ്മാരകമാക്കി വിലാസിനിയുടെ 1ാം ചരമ വാർഷിക ദിനത്തിൽ മുല്ലക്കൽ മത്തമ്മ നിലയം പത്മനാഭൻ വിലാസിനി സ്മാരക പെൻഷൻ ഭവൻ എന്നു പേരും നൽകി. സ്ഥലം ഏറ്റെടുക്കലിന്റെയും അനുസ്മരണ യോഗവും KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഭരതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗം A രാമചന്ദ്രൻ, KS ജോർജ് മാസ്റ്റർ, OR സോമശേഖരൻ, തോമസ് M മാത്യു, MJ അഗസ്റ്റിൻ, PK സജീവൻ, K നാരായണൻകുട്ടി, ഷെയ്ഖ് അബ്ദുള്ള, V കമലം, KV കൃഷ്ണൻ മാസ്റ്റർ, ജോസ് ആൻഡോ, R മോഹൻ, MR കൃഷ്ണൻ, MS ഏലിയാമ ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ ദിനത്തിൽ ചരമവാർഷിക ദിനത്തിൽ എനിക്ക് കിട്ടിയ അവസരം ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളു അവസാനിപ്പിക്കും. താങ്ക് യു. വരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു പോരാ, എന്തായാലും ഒരു പുതിയ ഒരു സംവിധാനം തെക്കുംകര യൂണിറ്റിൽ ഉണ്ടാകുമ്പോൾ ജില്ലയെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രസിഡന്റും അതുപോലെ തന്നെ സെക്രട്ടറിയും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഖജാൻജി, നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് മാസ്റ്റർ കൂടി അതുപോലെ രാമേന്ദ്രൻ മാസ്റ്റർ ഒരുമിച്ച് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു വണ്ടിയൊക്കെ ഏർപ്പാട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർക്ക് ഇന്നലെ അവിചാരിതമായി ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചു, സ്കൂട്ടർ ആക്സിഡന്റ്. അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നിൽ ഓട്ടോറിക്ഷ ഇടിച്ച് പരിക്കുമായി. അപ്പോൾ അദ്ദേഹം വീട്ടിൽ അറസ്റ്റിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും തെക്കുംകര യൂണിറ്റിൽ ഈ യൂണിറ്റ് കൺവെൻഷൻ നടക്കുന്ന അവസരത്തിൽ ആ യൂണിറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് അതെവിടെയാണ് നടത്തിയിരുന്നത്? ഏതൊരു തിയേറ്റർ അല്ല പ്രിയ അവിടെ വെച്ച് നടന്നപ്പോൾ എനിക്ക് വരാനുള്ള ഒരു യോഗമുണ്ടായി. അപ്പം എന്തായാലും ഈ ടീച്ചറുടെ മഹാമനസ്കത കൊണ്ട് അവരുടെ അധീനതയിലുള്ള അവരുടെ മരണശേഷം അവർക്ക് ഉള്ള സ്വത്ത് മക്കളില്ലാത്ത അവസരത്തിൽ അത് വളരെ സുരക്ഷിതമായി ഒരു കൈകളിൽ ഏൽപ്പിക്കണം എന്നുള്ള അഭിവാഞ്ച അനുസരിച്ച് അവർ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തെക്കുംകര യൂണിറ്റിലും യാതൊരു പ്രശ്നങ്ങളില്ലാതെ ഒരിടത്തും യോഗത്തിന് സ്ഥലം അന്വേഷിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇവിടെ വെച്ച് ഇതിനല്പം ഒരു പരിഷ്കരണമൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. എന്നാലും അതൊക്കെ എന്തായാലും തെക്കുംകര യൂണിറ്റിന് എന്നാലും അത് കൊണ്ടുപോകുന്നതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫ്രാൻസീന ഷാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PR സുരേഷ് ബാബു, BDO സന്തോഷ്, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ എന്നിവർ സംസാരിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനവും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ബോൺ നത്താലയോടനുബന്ധിച്ച് നഗരത്തിൽ ഡ്രോൺ നിയന്ത്രണം. 2024 വർഷത്തെ ബോൺ നത്താലെ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 27-ാം തീയതി കാലത്ത് 8 മണി മുതൽ 28-ാം തീയതി കാലത്ത് 8 മണി വരെ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ സ്വരാജ് റൗണ്ട്, തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിൽ ഡ്രോൺ ക്യാമറകളുടെ ഉപയോഗം നിരോധിച്ചു. ഡ്രോൺ ക്യാമറകളുടെ ഉപയോഗം പൊതുജന സുരക്ഷയെ ബാധിക്കുമെന്ന് ബോധ്യമായിട്ടുള്ളതിനാലാണ് ജില്ലാ പോലീസ് മേധാവി ഇളങ്കോ R 2021 ഡ്രോൺ റൂൾ 24(2) പ്രകാരം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക മേഖലയിലെ ഡ്രോൺ നിയന്ത്രിക്കുന്നതിനായി ആ മേഖലയെ ടെമ്പററി റെഡ് സോണായി പ്രഖ്യാപിക്കുകയാണ് ഈ റൂൾ പ്രകാരം ചെയ്യുന്നത്. അതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 27-ന് രാവിലെ 8 മണി മുതൽ 28-ാം തീയതി രാവിലെ 8 മണി വരെ ക്യാമറകളുടെ ഉപയോഗം നിരോധിച്ചുകൊണ്ട് സ്വരാജ് റൗണ്ട്, തേക്കിൻകാട് മൈതാനം എന്നീ ഭാഗങ്ങളെ ടെമ്പററി റെഡ് സോണായി കമ്മീഷണർ പ്രഖ്യാപിച്ചു.
ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതാണെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന മുരടിപ്പിനും അഴിമതി നിറഞ്ഞ ഇടത് ദുർഭരണത്തിനുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. K അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജിജോ കുര്യൻ, PJ രാജു, PN വൈശാഖ്, CH ഹരീഷ്, SAA ആസാദ്, KT ജോയ്, സന്ധ്യ കൊടക്കാടത്ത്, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ബൂത്ത് വാർഡ് ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിശിഷ്യ CPM നേതൃത്വം കൊടുക്കുന്ന വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി രാജ്യത്ത് നടപ്പിലാക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെ സമീപ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൗൺസിലുകളിലെ ഭരണസമിതികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് അവരുടെ തെറ്റ് പൊതുജനമധ്യത്തെ തുറന്നു കാണിക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നു ശ്രീമാൻ K അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു നിരന്തരമായ സമരം, നിരന്തരമായി ജനദ്രോഹ നടപടികൾ ഈ മുനിസിപ്പാലിറ്റി എപ്പോഴൊക്കെ സ്വീകരിക്കുന്നുവോ അതിലൊക്കെ ഒരു കോംപ്രമൈസും ഇല്ലാതെ തെറ്റിനെ തെറ്റായി ശരിയുടെ ശരിയുടെ ഭാഗത്ത് നിൽക്കുകയും നിലപാടുറപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഇന്ത്യൻ നാഷണൽ കൗൺസിലർമാരെ ഒന്നിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനഹിതമായ പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി തെറ്റിതിരുത്താൻ വേണ്ടി നിരന്തരമായ സമര പോരാട്ടങ്ങളുടെ അവസാന ഘട്ടം എന്ന നിലക്കാണ് ഇന്ന് നിയമസഭ മുനിസിപ്പൽ മാർച്ചിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പുത്തൂർ പഞ്ചായത്ത് 11ാം വാർഡ് പൊന്നൂക്കര 105 നമ്പർ അംഗൻവാടിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ALMC അംഗങ്ങളായ CD ആന്റോ, KJ ജയൻ, ഗ്രീഷ്മ വിപിൻ, ഷെൽറ്റി വിജു, അംഗൻവാടി ജീവനക്കാരായ സീമ ജയൻ, ലത രാജൻ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളുടെ കരോൾ ഗാനം ആലാപനവും ഉണ്ടായിരുന്നു. ഇടവേള. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെന്റ്സ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജുവലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകളിലേക്ക്. അവണിശ്ശേരി ഫെസ്റ്റ് മുല്ലനേഴി സ്മാരക നാടകോത്സവത്തിന്റെ ഭാഗമായി വള്ളിശ്ശേരി ശിവജി നഗറിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്ര
അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അവണിശ്ശേരി ജനകീയ സമിതി പ്രസിഡന്റ് PG വേണുഗോപാൽ കൊടിയേറ്റം നിർവഹിച്ചു. 22-ന് വൈകിട്ട് 6:30 തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവണിശ്ശേരി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പുല്ലാങ്കുഴൽ വാദനത്തിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ മുരളി നാരായണൻ പുല്ലാങ്കുഴൽ വായിച്ച് കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 22 മുതൽ 31 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ ഗാനമേളകൾ, നാടൻ പാട്ട്, ഗസൽ സന്ധ്യ, ഫ്യൂഷൻ, നൃത്തങ്ങൾ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വടക്കാഞ്ചേരി പാർലിക്കാട് 23ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന് സമാരംഭമായി. വെങ്ങണിശ്ശേരി നാരായണ ശ്രമ തപോവനവും പാർലിക്കാട് ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനം സംയുക്തമായാണ് 23ാമത് പരമതത്വ സമീക്ഷാ സത്രമെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന് പ്രസിഡന്റും നവോത്ഥാന മാനേജിംഗ് ട്രസ്റ്റിയുമായ സ്വാമി ഭൂമാനന്ദ തീർത്ഥയും സമാരംഭ സഭ ഉദ്ഘാടനം നിർവഹിച്ചു. രാമകൃഷ്ണ മിഷൻ പത്തനംതിട്ട മഠാധിപതി സ്വാമി ആപ്തലോകാനന്ദയും ഭദ്രദീപം തെളിയിച്ചു. ഉദ്ഘാടന പ്രഭാഷണത്തിൽ സ്വാമി ആപ്തലോകാനന്ദ ഭക്തിയിൽ കൂടി ഭഗവത് അനുഭവം സാധ്യമാക്കാൻ ഭാഗവതത്തിനുള്ള വിശേഷപ്പെട്ട സാമർത്ഥ്യത്തെ എടുത്തു പറഞ്ഞു. ഡോക്ടർ അരവിന്ദ് വാര്യരുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ സന്നിഹിതരായവരെ സ്വാഗതം ചെയ്ത് സത്രസമിതി സെക്രട്ടറി സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ സംസാരിച്ചു. ബിജു ഗോപാലകൃഷ്ണൻ, ആയിടം കേശവൻ നമ്പൂതിരി എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സ്വാമി നിഗമാനന്ദ തീർത്ഥപാദരുടെ നേതൃത്വത്തിൽ ഭജനയും നാമസങ്കീർത്തന പരിക്രമവും ഉണ്ടായി. ഭക്തജനങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. ഇപ്പൊ നമ്മൾ 22 കൊല്ലമായി ഇവിടെ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഒരു ജ്ഞാന മഹോത്സവമായി നടത്തിയൊരു വാർഷികമാണ്. ഇതിന് ഒരുപക്ഷെ ചിലരുണ്ടാവും ആദ്യത്തെ വർഷം ഒന്ന് പിന്നെ വരെ വരുന്നവർ അപൂർവം ചിലരുണ്ടാവാം, അല്ലെങ്കിൽ പുറമേ അത് കഴിഞ്ഞതിന് ശേഷം വന്നവരാവും. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണത്? ഈ ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ് പറയുന്നത്, എന്താണ് നമുക്ക് ഗ്രഹിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തെ തൊട്ടും സ്പർശിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉള്ളത്, അങ്ങനെയുള്ളതാണ് തത്വമൂല്യം സിദ്ധാന്തം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തത്വങ്ങൾ, മൂല്യങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിൻ്റെ വികാരങ്ങളും ഭാവങ്ങളും എല്ലാം പെട്ടു, ബുദ്ധിയുടെ ആലോചനയും വിചാരശക്തിയും എല്ലാം ഉണ്ട്. അത് വിട്ടു പിന്നെ ഒന്നുമില്ല. ആ തത്വങ്ങളുടെ സിദ്ധാന്തങ്ങൾ ഗ്രഹിക്കണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം ആദ്യമായി വന്നത്. എന്നാൽ നമ്മുടെ പ്രൊഫസർ വൈദ്യനിക ശർമ്മ പറയുകയായി എന്നോട്, സ്വാമിജി ഉദ്ദേശിക്കുന്നവരെ പറയാനുള്ള ആൾക്കാരെ കിട്ടാൻ വിഷമമാണ്, പക്ഷെ എല്ലാവരും ഞാനും പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ എന്റെ മനസ്സിലായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടത്തറ ആശ്രയ ഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 22ാം വാർഷികവും ക്രിസ്മസ് ആഘോഷങ്ങളും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. എ വിജയരാഘവന്റെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ CMP തൃശൂർ ഏരിയ കമ്മിറ്റി വിയൂർ പവർ ഹൌസിന് മുന്നിൽ പ്രതിഷേധിച്ചു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.